അമൃത് വേണി ഹെയർ എലിക്സർ പ്രസൻസ് ഡെയിലി ന്യൂസ് സായാഹ്ന വാർത്തകൾ പവേർഡ് ബൈ പുളിമൂട്ടിൽ സിൽക്സ് KSFE. എന്താ ഒരു മൂഡ് ഓഫ്? ഇപ്പൊ മുടി വല്ലാതെ കൊഴിയുന്നുണ്ട്, അതാ തോന്നുന്നു. ഈസ്ട്രജന്റെയും വൈറ്റമിൻ ഡിയുടെയും കുറവാണ് മിക്ക സ്ത്രീകളുടെയും മുടി കൊഴിച്ചിലിന്റെ പ്രധാന കാരണം. അമൃത് വേണി ഹെയർ എലിക്സർ ഫോർ വിമൻ സ്ത്രീകളുടെ മുടിയുടെ വളർച്ചയ്ക്കും ശക്തിക്കും അത്യാവശ്യമായ ഹെർബൽ ഈസ്ട്രജനാലും വൈറ്റമിൻ ഡിയാലും സമ്പുഷ്ടമാക്കിയതാണ് അമൃത് വേണി ഹെയർ എലിക്സർ ഫോർ വിമൻ. നമസ്കാരം, ഞാൻ പ്രവീജ വിനീത്. ഡെയിലി ന്യൂസിന്റെ സായന്ന വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് ഫെബ്രുവരി 27 വ്യാഴാഴ്ച. സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം ചെയ്യുന്ന ആശാവർക്കർമാരെ പിന്തുണച്ച് യൂത്ത് കോൺഗ്രസ് സെക്രട്ടേറിയറ്റിലേക്ക് നടത്തിയ മാർച്ചിൽ സംഘർഷം. പ്രവർത്തകരെ പോലീസ് ബാരിക്കേഡ് വെച്ച് തടഞ്ഞു. ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിച്ച പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. ഇതോടെ പോലീസും കോൺഗ്രസ് പ്രവർത്തകരും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി. വനിതാ പ്രവർത്തകരുമായി പോലീസ് വാക്കേറ്റവുമുണ്ടായി. നിരവധി തവണ ജലപീരങ്കി പ്രയോഗിച്ചിട്ടും പ്രവർത്തകർ പിരിഞ്ഞുപോയില്ല. ആശാവർക്കർമാർ 18 ദിവസങ്ങളിലായി സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടത്തുന്ന സമരം അവരുടെ ആവശ്യങ്ങൾ അംഗീകരിച്ചുകൊണ്ട് ഒത്തുതീർപ്പാക്കാൻ തയ്യാറാകണമെന്ന് കേരള സർക്കാരിനോട് എഴുത്തുകാരുടെ കൂട്ടായ്മ ആവശ്യപ്പെട്ടു. ആരോഗ്യപരിപാലന രംഗത്ത് ആശാവർക്കർമാരുടെ സേവനം വിലമതിക്കാനാവാത്തതാണെന്നും കോവിഡ് കാലത്ത് സംസ്ഥാനത്തെ രോഗപ്രതിരോധ പ്രവർത്തനങ്ങളിലെ ഏറ്റവും പ്രധാന കണ്ണിയായിരുന്നു ആശാവർക്കർമാരെന്നും അവരോട് ഒരു നിമിഷം വൈകാതെ ചർച്ച ആരംഭിക്കണമെന്നും അവരുടെ ആവശ്യങ്ങൾ അംഗീകരിച്ച് സമരം ഒത്തുതീർപ്പാക്കണമെന്നും ബന്ധപ്പെട്ട എല്ലാവരോടും എഴുത്തുകാർ സംയുക്ത പ്രസ്താവനയിൽ അഭ്യർത്ഥിച്ചു. സംസ്ഥാനത്തെ ആശാവർക്കർമാരുടെ ജനുവരി മാസത്തെ ഓണറേറിയം കുടിശ്ശിക അനുവദിച്ചു. ഇതോടെ 3 മാസത്തെ കുടിശ്ശികയും സംസ്ഥാന സർക്കാർ തീർത്തു. സെക്രട്ടേറിയറ്റ് പടിക്കൽ ആശാവർക്കർമാരുടെ സമരം തുടങ്ങി 18ാം ദിവസമാണ് സർക്കാർ നടപടി. ഇൻസെന്റീവിലെ കുടിശ്ശികയും കൊടുത്തു തീർത്തു. അതേസമയം സമരക്കാർ മുന്നോട്ടുവച്ച ആവശ്യങ്ങളിൽ ഒന്നു മാത്രമാണ് കുടിശ്ശിക തീർക്കണമെന്നതെന്നും ഓണറേറിയം വർധനയാണ് പ്രധാന ആവശ്യമെന്നും വ്യക്തമാക്കിയ സമരക്കാർ സമരം തുടരുമെന്നും പറഞ്ഞു. പാതയോരമടക്കമുള്ള പൊതുസ്ഥലങ്ങളിലും പുറമ്പോക്കുകളിലും പുതിയ കൊടിമരങ്ങൾ സ്ഥാപിക്കുന്നത് നിരോധിച്ച് ഹൈക്കോടതി. നേരത്തെ സ്ഥാപിച്ച കൊടിമരങ്ങൾ നീക്കം ചെയ്യുന്നതിന് സർക്കാർ 6 മാസത്തിനകം നയം രൂപവൽക്കരിക്കണമെന്നും ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രന്റെ ഉത്തരവിൽ നിർദ്ദേശിച്ചു. തദ്ദേശഭരണ സെക്രട്ടറി 2 ആഴ്ചയ്ക്കകം എല്ലാ തദ്ദേശ സ്ഥാപനങ്ങൾക്കും സർക്കുലർ നൽകണമെന്നും സ്വീകരിച്ച നടപടികൾ സംബന്ധിച്ച് 1 മാസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കണമെന്നും ഹൈക്കോടതി ഉത്തരവിൽ വ്യക്തമാക്കുന്നു. KPCC രാഷ്ട്രീയകാര്യ സമിതി വെട്ടിച്ചുരുക്കും. അംഗങ്ങളുടെ എണ്ണം 10 കുറയ്ക്കും. കേരളത്തിന്റെ ചുമതലയുള്ള ദീപാദാസ് മുൻഷിയുടെ റിപ്പോർട്ട് തൽക്കാലം പരിഗണിക്കില്ലെന്നാണ് വിവരം. എന്നാൽ വർക്കിംഗ് പ്രസിഡന്റ് പദവിയിൽ അഴിച്ചുപണി വരുമെന്നാണ് സൂചന. കേരള നേതാക്കളുടെ യോഗം നാളെ വൈകിട്ട് പുതിയ AICC ആസ്ഥാനത്ത് ചേരും. KPCC അധ്യക്ഷനെ മാറ്റുമെന്ന വാർത്തകൾക്കിടെ കഴിഞ്ഞ 3.5 വർഷമായി സുധാകരന് കീഴിൽ പാർട്ടി ശക്തമാണെന്ന വാദവുമായി പാർട്ടിയിൽ ഒരു വിഭാഗം നേതാക്കൾ. KPCCയിലും DCCകളിലും അഴിച്ചുപണി നടക്കേണ്ടതിന് പകരം പാർട്ടി അധ്യക്ഷനെ തന്നെ മാറ്റുന്നത് ശരിയല്ലെന്നാണ് സുധാകരനെ അനുകൂലിക്കുന്നവരുടെ പക്ഷം. പാലക്കാട് മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാരുടെ നിയമനത്തിൽ ക്രമക്കേടുണ്ടെന്ന ആരോപണവുമായി BJP നേതാവ് C. കൃഷ്ണകുമാർ. ദന്തരോഗ വിഭാഗത്തിൽ 4 പോസ്റ്റുകളാണ് ഉള്ളത്. ഇതിൽ 4 പേർക്ക് പുറമെ അനുമതിയില്ലാതെ 3 പേരെ നിയമിച്ചുവെന്നും C. കൃഷ്ണകുമാർ പറഞ്ഞു. നിശ്ചിത യോഗ്യതയില്ലാത്ത ആളെ സൂപ്രണ്ടായി നിയമിച്ചുവെന്നും അദ്ദേഹം പറഞ്ഞു. സ്കൂളുകളിലെ ലഹരി വിരുദ്ധ ക്യാമ്പയിനിനായി 2024-25 ബജറ്റിൽ വകവരുത്തിയ 1.50 കോടി രൂപ ധനവകുപ്പ് 65 ലക്ഷമായി വെട്ടിച്ചുരുക്കി. പദ്ധതിക്കായി അനുവദിച്ചതിന്റെ 56.67% വെട്ടിക്കുറച്ചത്. സംസ്ഥാനത്ത് കുട്ടികൾക്കിടയിൽ ലഹരിയുടെ ഉപയോഗം വർദ്ധിക്കുന്നുവെന്ന കണക്കുകൾ പുറത്തുവരുമ്പോഴാണ് ധനവകുപ്പ് ലഹരി വിരുദ്ധ ക്യാമ്പയിനിനായുള്ള തുക വെട്ടിക്കുറച്ചത്. കടൽ മണൽ ഖനനത്തിനെതിരെ മത്സ്യത്തൊഴിലാളി കോർഡിനേഷൻ കമ്മിറ്റി പ്രഖ്യാപിച്ച തീരദേശ ഹർത്താൽ ഇന്നലെ അർദ്ധരാത്രിയോടെ തുടങ്ങി. ഖനനത്തിന് അനുമതി നൽകാനുള്ള കേന്ദ്ര സർക്കാർ നയത്തിനെതിരെയാണ് മത്സ്യത്തൊഴിലാളികൾ ഹർത്താൽ നടത്തുന്നത്.
തൊഴിലാളികൾ കടലിൽ പോകില്ല എന്നും മത്സ്യബന്ധന തുറമുഖങ്ങൾ, ഫിഷ് ലാൻഡിംഗ് സെന്ററുകൾ, മത്സ്യമാർക്കറ്റുകൾ എന്നിവയുടെ പ്രവർത്തനം സ്തംഭിപ്പിക്കുമെന്നും സംഘടനാ ഭാരവാഹികൾ അറിയിച്ചു. വെഞ്ഞാറമൂട് കൂട്ടക്കൊലക്കേസിൽ പ്രതി അഫാന്റെ അറസ്റ്റ് പാങ്ങോട് പോലീസ് രേഖപ്പെടുത്തി. അഫാന്റെ അമ്മൂമ്മ സൽമ ബീവിയുടെ കൊലപാതകത്തിനാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. മെഡിക്കൽ ബോർഡ് ചേർന്ന് അഫാന്റെ ഡിസ്ചാർജ് തീരുമാനിക്കും. കൂട്ടക്കൊലയിലെ ആദ്യ അറസ്റ്റാണ് രേഖപ്പെടുത്തിയത്. മെഡിക്കൽ കോളേജിൽ ചികിത്സയിലുള്ള പ്രതിക്ക് മറ്റ് ആരോഗ്യപ്രശ്നങ്ങൾ ഇല്ലെന്നാണ് വിവരം. മലപ്പുറം ചുങ്കത്തറയിലെ അവിശ്വാസ പ്രമേയത്തെ കൂറുമാറി അനുകൂലിച്ച പഞ്ചായത്ത് അംഗം സുനൈബയുടെ ഭർത്താവിനെ CPM ഏരിയ സെക്രട്ടറിയുടെ ഭീഷണി ഫോൺ കോൾ. അൻവറിനോടൊപ്പം നിന്നാൽ ഭാവിയിൽ ഗുരുതരമായ വിഷയം ഉണ്ടാവുമെന്നാണ് മുന്നറിയിപ്പ്. പാർട്ടിയെ കുത്തിയിട്ടാണ് നിങ്ങൾ പോകുന്നതെന്നും അത് ഓർമ്മ വയ്ക്കണമെന്നും ഒരു ദാക്ഷിണ്യവും ഉണ്ടാവില്ലെന്നും ഭീഷണിക്കോളിൽ പറയുന്നുണ്ട്. സഹതടവുകാരിയെ മർദ്ദിച്ചതിനെ തുടർന്ന് ഭാസ്കര കാരണവർ കേസ് പ്രതി ഷെറിനെതിരെ കേസ്. കണ്ണൂർ വനിതാ ജയിലിൽ ഇന്നലെയാണ് സംഭവം. കുടിവെള്ളമെടുക്കാൻ പോയ തടവുകാരിയെ ഷെറിനും മറ്റൊരു തടവുകാരിയും മർദ്ദിച്ചെന്നാണ് കേസ്. ശിക്ഷാ ഇളവ് നൽകാൻ തീരുമാനം എടുത്തതിന് പിന്നാലെയാണ് ഷെറിനെതിരെ കേസെടുത്തിരിക്കുന്നത്. പാലക്കാട് റെയിൽവേ ഡിവിഷൻ ഓഫീസിലെ കസേര, മേശ, AC, കമ്പ്യൂട്ടർ തുടങ്ങിയവ ജപ്തി ചെയ്യാൻ കോടതി ഉത്തരവ്. പാലക്കാട് റെയിൽവേ ഡിവിഷന് കീഴിലെ റെയിൽവേ സ്റ്റേഷനുകളിൽ വാട്ടർ പ്യൂരിഫയർ സ്ഥാപിച്ച കമ്പനി ബിൽ തുക കിട്ടാത്തതിനെ തുടർന്ന് കോടതിയെ സമീപിക്കുകയായിരുന്നു. നേരത്തെ MSME ഫെസിലിറ്റേഷൻ കൌൺസിൽ റെയിൽവേ സ്വകാര്യ കമ്പനിക്ക് തുക നൽകണമെന്ന് ഉത്തരവിട്ടിരുന്നു. സമരത്തിനു മുൻപ് സമവായ ചർച്ചയ്ക്ക് സിനിമാ സംഘടനകൾ സംയുക്തമായി സർക്കാരിനെ കാണും. അടുത്തയാഴ്ച തന്നെ കൂടിക്കാഴ്ച നടത്താനാണ് നീക്കം. നികുതി കുറയ്ക്കുന്നത് ഉൾപ്പെടെ യോഗത്തിൽ ചർച്ച ചെയ്യും. ആന്റണി പെരുമ്പാവൂരിന് നൽകിയ നോട്ടീസ് പിൻവലിക്കുമെന്നും കേരള ഫിലിം ചേംബർ അറിയിച്ചു. കോഴിക്കോട് ഗവൺമെന്റ് ലോ കോളേജ് വിദ്യാർത്ഥിനി മൌസ മെഹ്റീസിന്റെ മരണത്തിൽ ദുരൂഹത ആരോപിച്ച് കുടുംബം. മരണശേഷം മൌസയുടെ മൊബൈൽ ഫോൺ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ലെന്ന് പിതാവ് അബ്ദുൾ റഷീദ് പറഞ്ഞു. കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് തൃശൂർ സ്വദേശിനിയായ മൌസ മെഹ്റീസിനെ കോവൂരിലെ താമസസ്ഥലത്ത് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടത്. CPI മുൻ എറണാകുളം ജില്ലാ സെക്രട്ടറിയും മുൻ MLAയുമായ P. രാജു അന്തരിച്ചു. 73 വയസ്സായിരുന്നു. കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം. 1991ലും 1996ലും വടക്കൻ പറവൂരിൽ നിന്ന് നിയമസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. 2 തവണ CPIയുടെ എറണാകുളം ജില്ലാ സെക്രട്ടറിയുമായിരുന്നു. മോൾക്ക് ബർത്ത്ഡേ ഗിഫ്റ്റ് വാങ്ങണ്ടേ? ഷോപ്പിൽ കൊണ്ടുപോയി ഇഷ്ടമുള്ള വാങ്ങിക്കൊടുക്കാം. അപ്പൊ ഏട്ടൻ വരുന്നുണ്ടോ? ഗിഫ്റ്റ് കാർഡ് വരും. അതെ, ഓരോ ചിട്ടിയിലും ഒരാൾക്ക് 5000 രൂപയുടെ ഗിഫ്റ്റ് കാർഡ് സമ്മാനം. മെഗാ സമ്മാനമാണെങ്കിലോ പുതുപുത്തൻ ബെൻസ് കാറും. 2ാം സമ്മാനം ഇന്നോവ ക്രിസ്റ്റ, അതും 17 എണ്ണം. ഇത്തവണ സമ്മാനങ്ങളുടെ നക്ഷത്ര തിലക്കവുമായി KSFE ഗാലക്സി ചിട്ടികൾ. സൗദി അറേബ്യയിൽ വെള്ളിയാഴ്ച മാസപ്പിറവി നിരീക്ഷിക്കാൻ വിശ്വാസികളോട് സുപ്രീംകോടതിയുടെ ആഹ്വാനം. ഇത് ദൃശ്യമാകുന്നവർ വിവരം സമീപത്തെ കോടതിയെയോ ബന്ധപ്പെട്ട അതോറിറ്റികളെയോ അറിയിക്കുകയും വേണം. നാളെ മാസപ്പിറവി കാണാൻ സാധ്യതയുണ്ടെന്നാണ് ഗോളശാസ്ത്ര വിഭാഗം അഭിപ്രായപ്പെട്ടിരുന്നത്. അങ്ങനെ ദൃശ്യമായാൽ ശനിയാഴ്ച റമദാൻ 1 കണക്കാക്കി വ്രതം ആരംഭിക്കും. ദുബൈയിൽ നിന്ന് പൂനെയിലേക്കെത്തിയ വിദ്യാർത്ഥിനികളിൽ നിന്ന് $4.01 ലക്ഷം അഥവാ 3.5 കോടി രൂപ കസ്റ്റംസ് പിടിച്ചെടുത്തു. നോട്ട്ബുക്കുകളുടെ പേജുകൾക്കിടയിൽ ഒളിപ്പിച്ച രീതിയിലായിരുന്നു കറൻസി. ഹവാല റാക്കറ്റുമായി ബന്ധപ്പെട്ട് നടക്കുന്ന അന്വേഷണത്തിന്റെ ഭാഗമായി ലഭിച്ച രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് 3 പെൺകുട്ടികൾ പിടിയിലായത്. മഹാകുംഭമേളയിൽ ആകെ 66 കോടി 30 ലക്ഷം തീർത്ഥാടകർ സ്നാനം നടത്തി എന്ന് UP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ്. ഇന്നലെ മാത്രം 1.18 കോടി പേരെത്തിയെന്നാണ് UP സർക്കാരിന്റെ കണക്ക്. അതോടൊപ്പം മഹാകുംഭമേളയുമായി ബന്ധപ്പെട്ട് വ്യവസായ പ്രമുഖർ പറയുന്നതനുസരിച്ച് ചരക്കുകളിലൂടെയും സേവനങ്ങളിലൂടെയും 3 ലക്ഷം കോടി രൂപയുടെ വരുമാനമാണ് ഉണ്ടായതെന്ന് കണക്കാക്കപ്പെടുന്നു. ഇത് അടുത്തിടെയുണ്ടായ ഫിനാൻഷ്യൽ ഇവന്റുകളിൽ ഏറ്റവും വലുതാണ്. മഹാകുംഭമേള സംസ്ഥാനത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ വളരാൻ സഹായിക്കുമെന്ന് നേരത്തെ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് പറഞ്ഞിരുന്നു. ഉത്തർപ്രദേശിലെ പ്രയാഗ്രാജിൽ നടന്ന കുംഭമേള അവസാനിച്ചതിന് പിന്നാലെ ഭക്തർക്കുള്ള സന്ദേശവുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഐക്യത്തിന്റെ മഹായാഗം പൂർത്തിയായതായി പ്രധാനമന്ത്രി വിശേഷിപ്പിച്ചു. തീർത്ഥാടന വേളയിൽ ഭക്തർക്ക് എന്തെങ്കിലും അസൌകര്യമുണ്ടായിട്ടുണ്ടെങ്കിൽ താൻ ക്ഷമ ചോദിക്കുന്നതായും അദ്ദേഹം പറഞ്ഞു. അമേരിക്കയിൽ സർക്കാർ ജീവനക്കാരുടെ കൂട്ട പിരിച്ചുവിടൽ തുടരുമെന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്.
ഇലോൺ മസ്കിന്റെ നേതൃത്വത്തിലുള്ള പരിഷ്കരണ നടപടികൾ അനിവാര്യമാണെന്നും റഷ്യ യുക്രൈൻ സമാധാന കരാർ നടപ്പാക്കുക എളുപ്പമല്ലെന്നും ക്യാബിനറ്റ് യോഗത്തിന് ശേഷം ട്രംപ് വ്യക്തമാക്കി. അതേസമയം യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി നാളെ വാഷിംഗ്ടണിലെത്തും. തനിക്കെതിരെ അജ്ഞാത സ്രോതസ്സുകളിൽ നിന്നും വാർത്ത നൽകുന്ന വ്യക്തികൾക്കെതിരെയും സ്ഥാപനങ്ങൾക്കെതിരെയും കേസെടുക്കുമെന്ന് ഭീഷണിപ്പെടുത്തി യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. സത്യസന്ധതയില്ലാത്ത എഴുത്തുകാർക്കെതിരെയും പ്രസാധകർക്കെതിരെയും കേസെടുക്കുമെന്നും അതിനെതിരെ പുതിയ നിയമങ്ങൾ സൃഷ്ടിക്കുമെന്നും അത് രാജ്യത്തിനുള്ള സേവനമായിരിക്കുമെന്നും ട്രംപ് സോഷ്യൽ മീഡിയയിൽ കുറിച്ചു. രഞ്ജി ട്രോഫി ക്രിക്കറ്റ് ഫൈനലിലെ ഒന്നാം ഇന്നിംഗ്സിൽ വിദർഭ 379 പുറത്തായി. 4-ന് 254 എന്ന നിലയിൽ രണ്ടാം ദിനം ബാറ്റിംഗ് ആരംഭിച്ച വിദർഭയുടെ ശേഷിച്ച 6 വിക്കറ്റുകളും 125 റൺസ് ചേർക്കുന്നതിനിടെ നഷ്ടമായി. തുടർന്ന് ബാറ്റിംഗിനിറങ്ങിയ കേരളം ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ 2 വിക്കറ്റ് നഷ്ടത്തിൽ 56 റൺസ് എടുത്തിട്ടുണ്ട്. ഇതോടുകൂടി ഇന്നത്തെ ഡെയിലി ന്യൂസ് സായന്ന വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിനു വേണ്ടി വാർത്തകൾ വായിച്ചത് പ്രവീജ വിനീത്. ഡെയിലി ന്യൂസ് ലൈവ് .in വാർത്തകൾ വിരൽ തുമ്പിൽ.